ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. നമ്മളിന്ന് പുതുപ്പള്ളി പള്ളിയിലേക്കാണ് പോണത്. പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കോട്ടയത്തുള്ള പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരം അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ കല്ലറ കാണണം എന്ന് കുറേ നാളുകളായി വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞ് കോൺഗ്രസ്സൊക്കെ വീണ്ടും ഭരണത്തിൽ കയറി, അപ്പോഴാണ് നമുക്കൊരു അവസരം വന്നത്. അങ്ങനെ നമ്മൾ ആദ്യം മലയാറ്റൂർ വഴിയാണ്, തൃശ്ശൂരിൽ നിന്ന് മലയാറ്റൂർ വഴിയാണ് പോകുന്നത്. ഇത് മലയാറ്റൂർ പള്ളിയിലൊന്ന് കയറിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. മലയാറ്റൂർ അടിവാരം പള്ളിയാണ്. മലയാറ്റൂർ മേലെയുള്ള പള്ളിയല്ല കേട്ടോ, മല കയറാനൊന്നും ഇപ്പോൾ സമയമില്ല. ഇത് അടിവാരത്തുള്ള വളരെ ഭംഗിയായി പണിയേൽപ്പിച്ചിട്ടുള്ള പുതിയ പള്ളിയുണ്ട്, പഴയ പള്ളിയുണ്ട്. അതിൽ പഴയ പള്ളിയിലാണ് ഞങ്ങൾ കയറിയത്. ഇത് അതിൻ്റെ പള്ളിയുടെ ഗേറ്റിൽ നിന്ന് അതാ കൊടിമരം, അതാണ് വലിയ പള്ളി, പുതിയ പള്ളി. ഇത് അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ പള്ളി. ഞങ്ങൾ ഈ ചെറിയ പള്ളിയിലാണ് കയറിയത്. ജസ്റ്റ് മലയാറ്റൂർ വഴി, പെരുമ്പാവൂർ വഴി അങ്ങനെ കാലടി ടച്ച് ചെയ്യാണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ച. അങ്ങനെ പള്ളി, ഇത് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള പള്ളിയാണ്. മലയാറ്റൂർ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഇവിടെ കയറാറുണ്ട്. പഴയൊരു പള്ളിയാണ്. അവിടെ ക്ലീനിങ്ങൊക്കെ നടക്കുകയാണ് പള്ളിയിൽ, വൃത്തിയാക്കലൊക്കെ നടക്കുക പള്ളിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ പുതുപ്പള്ളി ലക്ഷ്യമായി. കോട്ടയം പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ കൂത്താട്ടുകളൊക്കെ കഴിഞ്ഞ് കോട്ടയം കഴിഞ്ഞ് ആണ് പുതുപ്പള്ളി. മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കാലത്ത് ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 5:30 6 മണി, 5:30 എന്ന് പറഞ്ഞാൽ 6 മണിയായി. അങ്ങനെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ ഒന്നും നിലച്ചുള്ളൂ. അപ്പോൾ സമയം ഒരു 9:45 വരെ മഴയുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു കല്ല് വേറൊരു കല്ലുമ്മ കെട്ടി തൂക്കിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ പോളിനൊരു ആഗ്രഹം അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ. ഒരു കല്ല് എയറിൽ നിൽക്കുക, അതുമ്പോൾ വേറൊരു കല്ല് കെട്ടി തൂക്കിയിട്ട് വെക്കും. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. കണ്ടപ്പോൾ നമ്മളൊന്ന് വീഡിയോ ആക്കിയെന്ന് മാത്രം. ശരിക്കും വഴിയോരം തന്നെയാണ്, എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ്. നമ്മൾ ആ കോട്ടയം, എനിക്ക് തോന്നുന്ന കൂത്താട്ടുകുളം കഴിഞ്ഞിട്ടാണ് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മീൻകുന്നം എത്തി. മീൻകുന്നം നിർത്തി ഒരു സ്റ്റോപ്പ് എടുത്തു. പോളും ലാസറും ഉണ്ട് നമ്മുടെ ഒപ്പം. അപ്പോൾ ഇതാണ് വളരെ മനോഹരമായ മീൻകുന്നം പള്ളി. നോക്കി എന്താ രസമല്ലേ. ആ പള്ളിയിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പുകൾ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പിയാത്ത, നമ്മുടെ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന യേശു വളരെ പ്രശസ്തമായൊരു ഇറ്റാലിയൻ ശില്പമാണല്ലോ. പല പള്ളികളിലും ഉണ്ടത്. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ സൈഡിൽ തന്നെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളതാണ്. പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും നമ്മൾ വല്ല ഫൗണ്ടൻ പോലെ അത് പള്ളി അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇത് നാച്ചുറലി മലയിന്ന് ഒഴുകി വരുന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടം. അതിങ്ങനെ വന്ന് നമ്മൾ റോഡിൻ്റെ അടിയോടെ വന്ന് റോഡിൻ്റെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം കുളിക്കാനും നല്ല തണുപ്പുള്ള വെള്ളമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഡിസംബർ, ഒരു മഴക്കാല യാത്രയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ ശക്തമായിട്ടില്ല. എല്ലായിടത്തും വെള്ളം ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇവിടെ നോക്കി പള്ളിയിൽ നിന്നൊരു വ്യൂ കണ്ട. അതിനിടയിൽ ഞങ്ങൾ എയർ അടിക്കാനും, എയർ കുറവുള്ളല്ലോ വണ്ടിക്ക്. അപ്പോൾ എയർ അടിക്കാൻ ഞങ്ങളൊന്ന് നിർത്തി. അവിടുത്തെ അപ്പാപ്പനായിട്ട് വർത്തമാനം പറയണം, മിസ്റ്റർ പോള്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമായിട്ടുള്ള പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, വളരെ പഴക്കമുള്ള 1557 മുതൽ ചരിത്രമുള്ള പള്ളിയാണ്. പല ഘട്ടങ്ങളിലായിട്ട് പുതുക്കി പണിതിട്ടുള്ള പള്ളി കാണാനുണ്ട്. ഞങ്ങൾ ആദ്യം
പള്ളിയുടെ ഉള്ളിലേക്ക് പോയത്. പലതും വളരെ പഴക്കമുള്ള എന്താ പറയുക പഴയ നിർമ്മിതികളാണ്. നടുവിലത്തെ പള്ളിയായിരുന്നു എന്ന് തോന്നുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് രണ്ട് സൈഡിലേക്കും വശങ്ങളിലേക്ക് കണ്ട. ഇതാണ് ശരിക്കും ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇത്ര വീതിയെ പള്ളിക്ക് തോന്നുള്ളൂ. ചെറിയ പള്ളിയായിരുന്നു, പണ്ടത്തെ പള്ളിയുടെ വീതിയാണിത്. പിന്നെ ഈ വീതി ഈ രണ്ട് സൈഡിലുള്ള ചുമരുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ രണ്ട് സൈഡിലേക്കും വീതി വരാന്തയും വീതി കൂട്ടിയെടുത്തു. പള്ളിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ദൃശ്യം അതിമനോഹരാട്ടാ. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈ ദൃശ്യം കണ്ടുകൊണ്ടായിരിക്കും എല്ലാ ഞായറാഴ്ചയും അല്ലേ. എന്ത് മനോഹരമായ ദൃശ്യം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പള്ളിയുടെ തൊട്ട് ബാക്കിലാണ് സിമിട്രി. അപ്പോൾ അവിടേക്ക് നടക്കുകയാണ്. അങ്ങോട്ട് പോണതിൻ്റെ ഇടയിൽ ഒരു ഓഡിറ്റോറിയം പോലെ അവിടെ ഇങ്ങനെ വെള്ളിക്കുരിശുകൾ, സ്വർണ്ണക്കുരിശല്ലത്, ആ പള്ളിയുടെ മരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾക്ക് പെരുന്നാളുകൾക്കൊക്കെ എടുക്കുന്ന വെള്ളിക്കുരിശുകൾ. അതിൻ്റെ ബാക്കിലാണ് ശവക്കോട്ട. അപ്പോൾ സിമിട്രിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ആദ്യം തന്നെ അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയും വെച്ചിട്ടുള്ള സ്ഥലമാണ്. കണ്ട, ഇവിടെ ഈ സിമിട്രിയിലേക്ക് കടക്കണേക്കാളും മുമ്പ് തന്നെ അച്ഛന്മാരെയും കണ്ട മെത്രാച്ചന്മാരെയൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ വിശ്രമിക്കുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നുള്ള ദൈവവാക്യം, ബൈബിൾ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. പോള് ഉഷാറായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും ആ ബാക്കിൽ ആണ് ശരിക്കുള്ള സിമിട്രി. രണ്ട് ഘട്ടമായിട്ടാണ് ഇവിടെ സിമിട്രി. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിലും അതേപോലെ തന്നെയാണ്. അച്ഛന്മാരെയൊക്കെ അടക്കുന്നതിനുള്ള സ്ഥലം കുറച്ച് മാറിയിട്ടാണ് തൊട്ട് സിമിട്രിയുടെ തൊട്ടപ്പുറത്ത്. അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ ഞങ്ങളവിടെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു, ഞാനും പോളും. അങ്ങനെ തൊട്ട് പിറകിൽ കാണുന്ന ഭാഗമാണ് സാധാരണ ആൾക്കാരെ വയ്ക്കുന്നത്. ഇത് നമ്മൾ മണർക്കാട് വഴിയെ പോകുന്നത്. മണർക്കാട് ഭഗവതി അമ്പലമാണത്. മണർക്കാട് പള്ളി കണ്ടു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മണ്ണാർക്കാടല്ല കേട്ടോ, മണർക്കാട് ഫേമസ് പള്ളിയാണ്. അതുപോലെ തന്നെ ഫേമസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എത്തിപ്പെട്ടിട്ടുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഫേമസ് ആയിട്ടുള്ള ഭരണങ്ങാനം വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഭരണങ്ങാനത്തും കയറി. അൽഫോൺസാമയുടെ ഖബറിടാണിത്. അങ്ങനെ അൽഫോൺസാമയുടെ ഖബറിടത്തിൽ കയറി പ്രാർത്ഥിച്ച് ആണ് ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചത്. വളരെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ പോളിന് ഇവിടെ എന്തായാലും കയറണമെന്ന് നിർബന്ധം. നല്ല കാര്യം, എന്നാൽ അവിടെയും കൂടി കയറാം. അങ്ങനെ ഭരണങ്ങാനത്തും കയറി ഞങ്ങൾ പതുക്കെ രാമപുരം വഴി വീട്ടിലേക്ക് തിരിക്കാനാണ് പരിപാടി, തൃശ്ശൂർക്ക്. അങ്ങനെ പോണ വഴി രാമപുരം, ഇതാണ് രാമപുരം പള്ളി കേട്ടോ. വലിയ പള്ളിയാണ്, വളരെ മനോഹരമായ വലിയ പള്ളി. പള്ളി കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്, കയറിയൊന്നുമില്ല. അങ്ങനെ നല്ലൊരു മഴക്കാല യാത്രയുടെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ. കുറേ നാളായി നമ്മൾ എപ്പിസോഡൊക്കെ ഇറക്കിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ ഇനി യാത്രകളുണ്ടാവും, മഴക്കാല യാത്രകൾ ഇനിയും വരട്ടെ. ഇനിയും എപ്പിസോഡായിട്ടുണ്ടാവും. എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓക്കെ.